Hi everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ. സോ പൊളിറ്റി ഡേ, എ ഡേ വിത്ത് ദിശ എന്താണെന്ന് ആലോചിക്കുന്നുണ്ടല്ലേ? അതായത് നമ്മുടെ ദിശ അക്കാഡമി നമ്മുടെ GK ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും CHSL ഒക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ GK സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും എല്ലാ സാറ്റർഡേയ്സും ഒരു പെർട്ടിക്കുലർ GK സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സാറ്റർഡേ, അതായത് നാളെ മെയ് 11-ാം തീയതി നമ്മൾ പൊളിറ്റി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും പൊളിറ്റി ഡേ എന്ന് വെച്ചാൽ എന്താണ്? അതായത് പൊളിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നാളെ ഒരു ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്ത് തീർക്കും. അങ്ങനെ വരുമ്പോൾ അടുത്ത CHSL ആകുമ്പോഴേക്കും ഏകദേശം 8 GK സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഓരോ സാറ്റർഡേയ്സ് കവർ ചെയ്ത് പോകും. നിങ്ങൾക്ക് മിക്കവാറും ആ ക്വസ്റ്റ്യൻ ലൈക്ക് ഒരു 95% നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ ലൈവ് സെഷൻസ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസ് പോകുന്നുണ്ട്. ഈ പോകുന്ന എല്ലാ സെഷൻസിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്, നമ്മൾ പോകുന്ന PDF മെറ്റീരിയൽ, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെയുള്ള ലിങ്കിലൊന്ന് കയറിയിട്ട് ജോയിൻ ചെയ്താൽ മതി, അഥവാ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ് എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് നോക്കാം. നമ്മൾ 9 മണിക്കാണ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അനിൽ സാർ ആയിരിക്കും കേട്ടോ. അപ്പം അത് അനിൽ സാർ ആയിരിക്കും, ഒരു ലൈവ് സെഷൻ ആയിരിക്കും, രാവിലെ 9 മണിക്കായിരിക്കും. നമ്മൾ ഇവിടെ ഹിസ്റ്ററി നോക്കുന്നുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ഇന്ത്യയിൽ ലോ ആൻഡ് ഓർഡർ ഒക്കെ വരുന്നതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിപ്പോവും. അതിനുശേഷം രണ്ടാമത്തെ സെഷൻ വരുന്നത് 11 മണിക്ക് ഗായത്രി മിസ്സിൻ്റെതാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രിയാമ്പിൾ നോക്കും, ഷെഡ്യൂൾസ് നോക്കും, പാർട്സ് നോക്കും അല്ലേ? പ്രിയാമ്പിൾസ്, ഷെഡ്യൂൾസ്, പാർട്സ് ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് തീർക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ പോകുന്നത്, തേർഡ് സെഷൻ പോകുന്നത് 1 മണിക്കാണ് ഉച്ചയ്ക്ക്. നിങ്ങൾക്ക് ലഞ്ചൊക്കെ കഴിക്കണതിന് മുന്നേ നമ്മൾ ഈ ഒരു സെഷൻ കവർ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ 1 മണിക്കായിരിക്കും അടുത്ത സെഷൻ പോകുന്നത്. അപ്പോൾ ആ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മൊത്തം നമ്മൾ കവർ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ അടുത്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഇങ്ങനത്തെ എല്ലാ ടോപ്പിക്സും നമ്മൾ എവിടെ കവർ ചെയ്യും? ഈ സെഷൻ 3-ൽ കവർ ചെയ്യും. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മുടെ 4th സെഷൻ ആവും. 4th സെഷൻ പോകുന്നത് അമൃത മിസ്സാണ്. 4 മണിക്കാണ് നമ്മൾ 4th സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4th സെഷനിൽ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സും നോക്കും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി തീർക്കും. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൈകിട്ട് 4 മണിയോടുകൂടി നിങ്ങൾ കവർ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ അപ്പോൾ തന്നെ ഓരോ സെഷൻസും കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. നമ്മുടെ CHSLൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലേക്ക് വരും. അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവസാനം രാത്രി 7 മണിക്ക് നമ്മളൊരു മെഗാ ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിൽ സാർ ആയിരിക്കും ഈ ലൈവിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു റിവിഷൻ സെഷൻ ആയിരിക്കും ബേസിക്കലി ഈ ലൈവ് എന്ന് പറയുന്നത്. റിവിഷൻ മാത്രമല്ല, പുതിയതായിട്ടുള്ള ഒരുപാട് കണ്ടൻസും കൂടെ നമ്മൾ ഈ മെഗാ ലൈവ് സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ എല്ലാ കാര്യങ്ങളുടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഈ 7 മണിയുടെ ലൈവ് സെഷന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നാളെ ഒറ്റ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങളുടെ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പൊളിറ്റി പിന്നെ നമുക്ക് എക്സാമിന് ഡയറക്റ്റ് പോയി എഴുതിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ നാളെ എല്ലാവരും എന്ത് ചെയ്യുക? രാവിലെ 9 മണി മുതൽ റെഡി ആയിട്ടിരിക്കുക. ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ക്ലാസ് വരുന്നത് തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടും ഈ മൊബൈൽ ചാർജിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് സമയത്ത് ലൈവ് ആയാലും ഇല്ല റെക്കോർഡഡ് വീഡിയോസ് ആയാലും ഏത് സെഷൻ ആയാലും നിങ്ങൾ കാണുക. അത് പെൻഡിങ് ഇടരുത്. പിന്നെ ഒരു ദിവസം കാണാം എന്നുള്ള രീതിയിൽ പെൻഡിങ് ഇടരുത്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. CHSLൊക്കെ ഇങ്ങ് എത്തി, വളരെ കുറച്ച് സമയം നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ, അറിയാലോ. അപ്പം നമ്മുടെ പൊളിറ്റി ഡേ നമ്മൾ നാളെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. എല്ലാവരും കൂടെ നിൽക്കുക, നല്ലോണം പഠിക്കുക കേട്ടോ, നല്ലോണം പഠിക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കട്ടെ.
So all the best to everyone and thank you.